ഖത്തറിന് നേരെ വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പുലർച്ചെ 1:30 ആക്രമണം. ആക്രമണത്തെ നിർവീര്യമാക്കിയെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, അങ്ങനെ ആക്രമണങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും വളരെ ശക്തിയായി തന്നെ തുടരുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന്. ഇന്നലെ ഖത്തറിലുണ്ടായ ആക്രമണത്തിൽ കൂടുതൽ ഏതെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായുള്ള വിവരങ്ങളുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 1:30 ഈ ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. എല്ലാ മിസൈലുകളെയും പ്രതിരോധ മന്ത്രാലയം നിർവീര്യമാക്കി എന്നാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എത്ര മിസൈലുകൾ അല്ലെങ്കിൽ എത്ര ഡ്രോണുകളാണ് ഈ രാജ്യത്ത് ലക്ഷ്യം വെച്ച് വന്നത് എന്നുള്ള കാര്യത്തിൽ ഈ വാർത്താക്കുറിപ്പിലൊന്നും പറയുന്നില്ല. ഏതായാലും സാധാരണഗതിയിൽ കുറച്ച് കഴിഞ്ഞാണ് പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിലൊരു എത്ര എണ്ണം മിസൈലുകളാണ് ഇങ്ങോട്ട് വേണ്ടത് എന്ന് വ്യക്തമാക്കാറുള്ളത്. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഖത്തറിലേക്ക് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ച ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറും ആക്രമണം ഇല്ലാത്ത സ്ഥിതിയായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം ഒരു ആക്രമണമാണ് ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം 3 ആക്രമണം റിപ്പോർട്ട് ചെയ്തു. ഏതായാലും ഒരു ആക്രമണത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഖത്തറിൽ വീണ്ടും മിസൈൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 1:30 ഈ ആക്രമണം ഉണ്ടായത്. ശരി, അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.